പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ മറവിൽ നടക്കുന്ന ചൂഷണം തടയാൻ കർശന മാനദണ്ഡങ്ങളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. പുതിയ നിയമപ്രകാരം രക്തബന്ധമുള്ളവർക്ക് മാത്രമേ മരിച്ചവരുടെ രേഖകൾ റദ്ദാക്കാനും രേഖകളിൽ ഒപ്പിടാനും സാധിക്കൂ. ഏജന്റുമാരുടെ ചൂഷണം തടയാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. മരിച്ചവരുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ റദ്ദാക്കാൻ ഇനി അവരുടെ രക്തബന്ധുക്കൾക്കും കുടുംബം പവർ ഓഫ് അറ്റോർണി നൽകിയവർക്കും മാത്രമേ അനുമതിയുണ്ടാകൂ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ ചെലവുകൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് അനുവദിക്കാൻ പഞ്ചായത്ത് ഉൾപ്പെടെ ഇന്ത്യയിലെ 5 വ്യത്യസ്ത അതോറിറ്റികളിൽ നിന്നുള്ള അനുമതി വേണമെന്നും പുതിയ നിർദ്ദേശം പറയുന്നു. മരിച്ച പ്രവാസികളുടെ കുടുംബത്തെ ഏജന്റുമാർ ചൂഷണം ചെയ്ത നിരവധി കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺസുലേറ്റിൻ്റെ നടപടി. പുതിയ ചട്ടങ്ങൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും ചൂഷണം തടയാൻ ഇത്തരം കടുത്ത നടപടികൾ ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. മൃതദേഹം കൈകാര്യം ചെയ്യുന്നതിൽ വിമാന കമ്പനികളും അവരുടെ ഏജന്റുമാരും നടത്തുന്ന വെട്ടിപ്പും തടയണമെന്ന് സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഈസ അനീസ് പ്രതികരിച്ചു. നമ്മുടെ തന്നെ കാരിയർ എന്ന് പറയുന്ന എയർ ഇന്ത്യ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സുതാര്യത കുറവ് നല്ലോണമുണ്ട്. UAE ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ദുബായ്, ഷാർജ, യുണൈറ്റഡ് എമിറേറ്റ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എയർ അറേബ്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് ഒരുപാട് സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഡെഡ് ബോഡി കയറ്റി അയക്കാൻ കഴിയുന്നത്. കാരണം 1900 ദിർഹംസ് എയർ അറേബ്യ ഷാർജ എയർപോർട്ടിൽ നിന്നും ഇന്ത്യൻ ഡെസ്റ്റിനേഷനിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ എയർ ഇന്ത്യയുടെ അംഗീകൃത ഏജന്റുമാരും അതിനുശേഷം ഇതിനെ വിലപേശിക്കൊണ്ട് ഇതിന് ഇടനിലക്കാരുടെ ലാഭം കൂടി അംഗീകരിച്ചു കൊടുക്കുന്ന ഏജൻസികളും കൂടി 3000-3000-ലധികം 3200 എല്ലാം ചാർജ് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു അറുതി വരുത്തണമെങ്കിൽ കോൺസുലേറ്റിന്റെ ശക്തമായ നേരിട്ടുള്ള ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകളല്ലാതെ അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത വേണമെന്ന് കോൺസുലേറ്റ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കുടുംബം പവർ ഓഫ് അറ്റോർണി നൽകിയ വ്യക്തികൾക്ക് എല്ലാവിധ സഹായവും കോൺസുലേറ്റ് ഉറപ്പാക്കും. UAE എല്ലാ എമിറേറ്റുകളിലും സാമൂഹിക സംഘടനകളുടെ പാനൽ കോൺസുലേറ്റിനുണ്ട്. അവർ സൗജന്യമായി കുടുംബങ്ങൾക്ക് ഇത്തരം സേവനം നൽകുന്നുണ്ടെന്നും ഏത് സഹായത്തിനും കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബായ്.